ഈ രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, പി എസ് പ്രശാന്ത് എഴുതി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: 2025 ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? എന്തെങ്കിലും തെറ്റ് ചെയ്തോ ശ്രീ രാഹുൽ ഈശ്വർ? അങ്ങേക്ക് എന്ത് തോന്നുന്നു? രണ്ട് കാര്യങ്ങൾ. SIT വളരെ ശക്തമായി പിന്തുണച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് SIT സംശയങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നത് തന്ത്രിയുടെ അറസ്റ്റോട് കൂടിയാണ്. അത് തന്ത്രി എന്റെ ബന്ധു ആയതുകൊണ്ടല്ല, പകരം SIT ഒരുപാട് സംശയകരമായ നിലപാടുകൾ എടുത്തു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ SIT അറസ്റ്റിൽ ഞാൻ എക്സൈറ്റഡ് ഒന്നുമല്ല, നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇവരെന്താ റിമാൻഡ് റിപ്പോർട്ടിൽ കൊടുക്കുന്നത്, ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു പ്രാഥമിക നിരീക്ഷണം വരുന്നത് വരെ വളരെ നിഷ്പക്ഷമായി ഒബ്സർവ് ചെയ്യാനാണ് എനിക്കിഷ്ടം, ഒരു ഭക്തൻ നിലയിൽ. കാര്യം, ദൈവത്തിന്റെ അനുമതി ഇല്ല എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് കണ്ടത് രാജീവരെയാണ്. 41 ദിവസം ജയിലിട്ടിരുന്നു. അങ്ങനെയുടെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്: എത്ര സ്വർണം പോയി, ആരെടുത്തു? ഈ ബേസിക് ചോദ്യങ്ങൾ ഇതുവരെ SIT ഉത്തരം നൽകിയിട്ടില്ല. എത്ര സ്വർണം പോയി? ഇത്ര ദിവസമായില്ലേ? എത്ര സ്വർണമാണ് യഥാർത്ഥത്തിൽ നഷ്ടമായത്? ആ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? ഇത് എങ്ങോട്ടാണ് പോയത്? ഈ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? SIT ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ചും അന്വേഷിച്ച് ഇത് പഴയ അക്കരയിൽ നമുക്ക് പോൾ ബാർബർ സ്വർണ്ണമായിട്ട് ഫ്രാൻസിലേക്ക് കിടക്കാം, പാരീസിലേക്ക് കിടക്കാം എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതിനപ്പുറം ഈ കേസിന് ഇത്ര കാലമായി ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരുപാട് പേർക്ക്, അതായത് ഈ കേസിൽ ആദ്യമായി അറസ്റ്റ് ചെയ്തവർക്ക് 90 ദിവസം കഴിഞ്ഞ് ചാർജ് ഷീറ്റ് കിട്ടാത്തതുകൊണ്ട് ജാമ്യം കിട്ടാൻ അവസരം ഒരുക്കി. അപ്പൊ SIT ഇങ്ങനെ എല്ലാ കാലത്തേക്കും തുടർന്ന ഫോർ എവർ ടീമായി മാറരുത് എന്നുള്ളതാണ്. പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് മുകളിലാണ്. ഹൈക്കോടതി SIT നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് അല്ലാതെ. സോ നമുക്ക് കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോട് ഒരു അനുഭാവമോ ഇല്ല. പക്ഷേ നാളെ കോടതിയുടെയോ അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ട് വരികയും കോടതിയുടെ പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണങ്ങൾ വരുന്നതും വരെ ആരെയും കുറ്റക്കാരായി നമ്മൾ പഴി ചേർക്കരുതെന്നുള്ളതാണ് എന്റെ വിനീതമായ അഭിപ്രായം.